മായി ബന്ധപ്പെട്ട വിവരശേഖരണം അവിടെ നടന്നു. അതിൻ്റെ ആക്ഷൻ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആ സമൂഹത്തിനിടയിലേക്ക് അയച്ചിട്ടുണ്ട്. അവരൊക്കെ മനസ്സിലാക്കി അതിന് എന്താണ് കറക്ഷൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് വൈകിട്ടത്തിനുള്ളിൽ ഉറപ്പ് വാങ്ങിയിട്ട് മാത്രമേ ആ ഉദ്യോഗസ്ഥർ തിരിച്ചവരുടെ സങ്കേതങ്ങളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിന് സമയം കണ്ടെത്താൻ കഴിയണം. സമയം മന്ത്രിയാക്കിയത് വഴി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കും. ഞാനെന്തോ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം ഇപ്പോഴും എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഞാൻ തിരിച്ച് വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. പക്ഷേ സമയലഭ്യത എന്ന് പറയുന്നത് വലിയൊരു വളരെ കൺസ്ട്രക്റ്റഡ് ആണ്. അവൈലബിലിറ്റി ഓഫ് ടൈം ടു ബി പ്രസന്റ്. പക്ഷെ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സമ്മിറ്റ് ആയിരുന്നാലും, അത് G7 ആയാലും ശരി തന്നെ, G20 സമ്മിറ്റ് ആയാലും ശരി തന്നെ, വിയറ്റ്നാമിലായാലും ശരി തന്നെ, ഡൽഹിയിലാണെങ്കിലും ശരി തന്നെ, ഹൃദയം കൊണ്ട് തൃശ്ശൂർ ഉണ്ടാവും. തൃശ്ശൂരിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ ഇലക്ഷൻ സമയത്ത് പ്രചരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് 3 MP-മാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ച് ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരികയുള്ളൂ എന്ന് അടിയുറച്ച് അടിവരയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. ഇതൊരു പരിച്ഛേദമാണ് തൃശ്ശൂരിന്റെ, എല്ലാവരും ഇത് അറിയണം. പിന്നെ കളങ്കം ചാർത്തുന്നതൊക്കെ അത് മാത്രമേ ഉള്ളൂ അവരുടെ ജോലി. അപ്പൊ അതുകൊണ്ട് അവര് അത് അനുസ്യൂതം